ബാബു ഇത് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംശയകരമായ സാഹചര്യത്തിലാണ് കന്യാസ്ത്രീകളെ കണ്ടതും ഈ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുവാനുള്ള ശ്രമം നടന്നു, അത് ബജ്രംഗദൾ ചോദ്യം ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആർ.വി. ബാബുവിന്റെ വാക്കുകൾ. സിസ്റ്റർ കേൾക്കുന്നില്ല. ഒരു കാര്യം കൂടി ചോദിക്കാൻ. ഇന്ത്യയിൽ ഏതാണ്ട് 174 രൂപതകളുണ്ട്, 200-ൽ പരം സന്യാസ സമൂഹങ്ങളുണ്ട്, വിവിധ ശാഖകളില് ഏതാണ്ട് 40,000-ൽ പരം സ്കൂളുകളും 400-അധികം കോളേജുകളും ഒക്കെ വർക്ക് ചെയ്യുന്നു. ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലധികമായി ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൽ വിവിധ സന്യാസ സമൂഹങ്ങളിലെ ആളുകൾ ഈ നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആകെയുള്ള ജനസംഖ്യയുടെ ഭാഗം എടുത്തു നോക്കുമ്പോൾ 2% ക്രിസ്ത്യാനികളുള്ളൂ. സാറ് പറയുന്നത് പോലെ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള എല്ലാവരെയും മതപരിവർത്തനം വരുത്താനായിരുന്നുവെങ്കിൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം, മതപരിവർത്തനം വരുത്താനായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ 50%-ലധികമാകുമായിരുന്നു സാർ. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജമായ ആരോപണങ്ങൾ ഈ സിസ്റ്റേഴ്സിന്റെ മേലെ ആരോപിക്കുന്നത് അത് ഗൗരവമായിട്ടുള്ളൊരു തെറ്റാണ്. സത്യാവസ്ഥ അറിഞ്ഞ് നിങ്ങൾ സംസാരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇവിടുന്ന് പോകുന്നതെല്ലാം, നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുന്ന് പോകുന്നതെല്ലാം സുവിശേഷവൽക്കരണത്തിനാണ് പോകുന്നത്. സുവിശേഷവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തു ചെയ്ത ആ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ആവർത്തിക്കൂ എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോ ഗ്രാമത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ ആരും കടന്നു ചെല്ലാത്ത ആളുകൾക്കിടയിലാണ് ഈ സിസ്റ്റേഴ്സ് ഇത് ചെയ്യുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളെല്ലാം അപരാധമാണ് ചെയ്യുന്നത്, നിങ്ങൾ അങ്ങനെയുള്ള പറയുന്നത്, മൊത്തം മതപരിവർത്തനം അങ്ങനെ ചെയ്യുന്നു. ഈ ഇന്ത്യയില് ഇത്തരത്തിൽ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി, ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ബജരംഗ് ദൾ പ്രവർത്തകർ പോലെയുള്ള ഒരു സംഘടന ചെയ്ത സാറിനൊന്ന് എടുത്തു പറയാമോ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്? ഞാൻ പറയാലോ. ബജരംഗ് ദൾ എന്നുള്ളത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു യുവ സംഘടനയാണ്. സിസ്റ്റർ അറിയാമോ? സിസ്റ്റർക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന്? അവരെത്ര സ്കൂളുകൾ നടത്തുന്നുണ്ടെന്ന് അറിയാമോ? അവരെത്ര ഏകല വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ടെന്ന് അറിയാമോ? സംഘപരിവാറിന്റെ ഭാഗമായിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് സംഘപരിവാറിന്റെ ഒരു ഭാഗമാണ്. സംഘപരിവാറിന്റെ ഭാഗമായിട്ടാണ് സേവാഭാരതി എന്നുള്ള സംഘടന പ്രവർത്തിക്കുന്നത്. സംഘപരിവാറിന്റെ ഭാഗമായിട്ടാണ് വിദ്യാഭാരതി എന്നുള്ള വിദ്യാപ്രസ്ഥാനം. സിസ്റ്ററെയാണ് നിങ്ങൾ നടത്തുന്നതിനേക്കാൾ കൂടുതൽ 1 ലക്ഷം ഏകല വിദ്യാലയങ്ങൾ ഈ ട്രൈബൽ മേഖലയിൽ നടക്കുന്ന പ്രസ്ഥാനമാണ് ഈ പറയുന്ന വിദ്യാഭാരതി എന്നുള്ള പ്രസ്ഥാനം. അറിയാമോ സിസ്റ്റർക്ക്? വനാന്തർ ഭാഗത്ത് അങ്ങ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് പോയിട്ട് ഒരു അധ്യാപകൻ പോയിട്ട് വനവാസികളെ വിദ്യ അഭ്യസിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തെമ്പാടും 38 ലക്ഷം വിദ്യാർത്ഥികൾ വിദ്യാഭാരതിയുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ? 38 ലക്ഷം സ്ഥാപനങ്ങൾ, 1,50,000 അധ്യാപകരുണ്ട് ഈ വിദ്യാഭാരതിയുടെ കീഴിൽ. എന്താണ് ഇത്? നിങ്ങളാണ് മുഴുവൻ നടത്തുന്ന ധാരണ നടന്നിരിക്കുന്നത്. ഇത് ഞാൻ സംഘപരിവാറിന്റെ മാത്രമാണ്. ഇതൊക്കെ കൂടാതെ ഇന്ന് കോടതിയുടെ മുന്നിൽ തടിച്ചുകൂടിയ ബജ്രംഗ് ദൾ പ്രവർത്തകർ ആ രീതിയിൽ പ്രതികരിക്കുന്നവരായിരുന്നില്ല. ശ്രീ ആർ.വി. ബാബു, ഈ ഒരു ഹൂളിഗൻ സ്വഭാവത്തിലായിരുന്നു അവർ. തെമ്മാടി കൂട്ടങ്ങളെ പോലെയാണ് അവരുടെ പ്രതികരണം വന്നത്. എന്തോ പ്രതികാരം ചെയ്ത് തീർക്കുന്നു എന്ന് മട്ടിലായിരുന്നു അവരുടെ പ്രതികരണം. ഇങ്ങനെയാണോ ഇവർ പ്രതികരിക്കേണ്ടത്? അവിടെ ഒരു നിയമ വഴിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അവിടെ നിന്ന് വരുന്നത്. കേരളത്തിൽ നിന്ന് ഈ പോയ ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷികളാണ്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസുമാണ്. ഇവിടെ നിന്ന് അവിടെ പോയി ബഹളം ഉണ്ടാക്കാൻ ശ്രമിച്ചതാരാണ്? ഇവിടെ നിന്ന് അവിടെ പോയി ബഹളം ഉണ്ടാക്കി അവരെ പ്രകോപിപ്പിച്ച് ഈ കേസ് തന്നെ ഇപ്പൊ ഈ തരത്തിലേക്ക് കോംപ്ലിക്കേറ്റ് ആക്കിയതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ്. ഈ കോൺഗ്രസ് അവിടെ പോയിട്ട് അവർ എന്ത് കാണിക്കാൻ? അവരെന്താ ഈ രാഷ്ട്രീയ നാടകം കാണിക്കാൻ? രാഷ്ട്രീയ നാടകത്തിനാണോ ഇവരൊക്കെ അവിടെ പോയത്? അതൊരു ജുഡീഷ്യൽ പ്രോസസ് അല്ലേ? ഈ കോടതി നടപടികളെ സ്വാധീനിക്കാൻ സാധിക്കുന്നതാണ്. നിയമസഭയിലായാലും പ്രമേയ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന പോലെയാണോ? അപ്പൊ ഇത്തരം പൊളിറ്റിക്കൽ ഗെയിമുകളാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങളെ പ്രബോധിതരാക്കിയിട്ടുള്ളത്. ശരി, അതിനുള്ള മറുപടി തരേണ്ടത് വസന്താണ്.